രണ്ട് പേരൻറ്റിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മീൻസ് ബോത്ത് ഫാദർ ആൻഡ് മദർ 100% ദ സിബ്ലിംഗ് വിൽ ഹാവ് ഡയബറ്റീസ്. വളരെ നേരത്തെ ഷുഗർ വന്നവർക്ക് ഞങ്ങളിത് മാലിഗ്നൻറ്റ് ഫോം ഓഫ് ഡയബറ്റീസ് എന്ന് പറയും. മാലിഗ്നൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ തുല്യം. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിയുമ്പോൾ ലേറ്റ് ആയേക്കാം. ഈ നമ്മൾ എന്തെങ്കിലും വെള്ളമൊക്കെ കഴിച്ചിട്ട് അത് തുപ്പുമ്പോൾ അല്ലെങ്കിൽ ഇവർ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ആ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉറുമ്പുണ്ടാവും എന്ന് പറയും. അതിലെന്തെങ്കിലും തീർച്ചയായും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രൈവറ്റ് പാർട്സിൽ ഒരു ചൊറിച്ചിൽ വരും. ഗൺ ഇസ് ലോഡഡ് കംപ്ലീറ്റ്ലി. അതിൻ്റെ അകത്തേക്ക് ട്രിഗർ വലിക്കാനുള്ള പണി കൊടുക്കരുത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണിത്. ഇവർക്ക് പലരും മരണപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ തന്നെ അതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. മധുരത്തിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ അത്ര മധുരമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഡയബറ്റീസ് ഡേ പ്രമാണിച്ച് നമ്മൾ ഡയബറ്റീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ. ഡയബറ്റീസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ ആളല്ല. സംസാരിക്കാൻ എൻ്റെ കൂടെ ഒരു വെറ്ററൻ ഡോക്ടറുണ്ട്, ഡോക്ടർ ടോം ബാബു. ഡോക്ടർ, വെൽക്കം ടു ആരോഗ്യം. താങ്ക് യു. നമ്മൾ യൂഷ്വലി ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ മധുരം, ഷുഗർ എന്നാണല്ലോ സാധാരണക്കാർ പറയാം. മധുരത്തിനോടാണ് നമ്മളിതിനെ കണക്ട് ചെയ്യുക. ഞാൻ മധുരം കഴിക്കാത്ത ആളാണ്. ഞാൻ മധുരമേ കഴിക്കില്ല. അപ്പോൾ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഡയബറ്റീസ് വരില്ലല്ലോ എന്ന്. മധുരം കഴിക്കാത്ത, ഒട്ടും കഴിക്കാത്ത ഒരാൾക്ക് ഡയബറ്റീസ് വരുമോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ദൈവം നമ്മൾ ഉണ്ടാക്കിയേക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് നമ്മൾ സാധാരണ കഴിക്കുന്നതിലും 20 ടൈം ലോഡ് എടുക്കാനുള്ള റിസർവ് മീൻസ് ആവശ്യത്തിനുള്ള കപ്പാസിറ്റി പാൻക്രിയാസിനുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം, അമേരിക്കയിൽ നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവർ പറയുന്നത് കോൺ സിറപ്പ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നസ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ. എസ്പെഷ്യലി തണുപ്പുള്ള രാജ്യങ്ങളിൽ അവർ കൂടുതലും അവർക്ക് ഇതേപോലെ സ്വീറ്റൻ ഡ്രിങ്ക്സിനോടുള്ള ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ അവർ ഇഷ്ടം പോലെ പഞ്ചസാര ഇട്ട് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രം ഇത് ചെയ്തിട്ടും അവരുടെയൊക്കെ ഇപ്പോൾ നമ്മൾ ഡയബറ്റീസിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. മീൻസ് അങ്ങനെ ഉള്ളൂ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെയൊക്കെ ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെയൊക്കെ ഒരു ഇത് തന്നെയാണ് അവിടെയും കാണുന്നുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തോരം മധുരം കഴിച്ചുകൊണ്ടോ കൂടുതൽ മധുരം കഴിച്ചുകൊണ്ടോ ഒന്നും അല്ല ഇതിനകത്ത്. മീൻസ് അതൊരു ഭാഗം മാത്രം. പക്ഷേ അതിനകത്ത് വേറെ പല ഘട്ടങ്ങളുണ്ട്. മീൻസ് നമ്മുടെ ജീൻസ്, ഇപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഇത്, പിന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ, പിന്നെ നമ്മുടെ ചുറ്റിനുമുള്ള കുറേ കാര്യങ്ങൾ. നമ്മൾ മൾട്ടി ഫാക്ടോറിയൽ ഡയബറ്റീസ് ഇസ് മൾട്ടി, ഒരു കാരണം അല്ല, പല കാരണങ്ങൾ. മീൻസ് ഈ ഷുഗർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് തീർച്ചയായിട്ടും ഷുഗറിന് ഒരു റോളുണ്ട്. ബട്ട് അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടും നമ്മുടെ സ്ട്രെസ് ലെവൽസ് ആയിട്ടും നമ്മുടെ വ്യായാമമായിട്ടും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ടും നമ്മുടെ ചുറ്റിനുള്ള പൊല്യൂഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ അതാണ് അതിനകത്ത് യഥാർത്ഥം. അല്ലാണ്ട് ഷുഗർ കൂടുതൽ കഴിച്ചില്ലേ എന്നല്ല അതിൻ്റെ വിഷയം. അപ്പോൾ ഐ തിങ്ക് നമുക്ക് വീൽ സ്റ്റാർട്ട് ഫ്രം ദറ്റ് കുറേ കാര്യങ്ങൾ. മധുരമല്ലാതെ, സ്വീറ്റ്സ് അല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് ഇതിനെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു തോക്ക്. അപ്പോൾ ഈ തോക്ക് നമ്മൾ വെടിവെക്കണമെങ്കിൽ അതിനകത്ത് ഇപ്പം ബുള്ളറ്റ്സ് ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ തോക്ക് മാത്രം ഉണ്ടെങ്കിൽ പൊട്ടില്ലല്ലോ. അപ്പം ഈ ബുള്ളറ്റ്സ് അല്ലെങ്കിൽ എരകൾ ആണ് നമ്മൾ ഇതൊരു കാരണങ്ങളായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നാൽ മീൻസ് ഇതെല്ലാം ഉണ്ട്, എന്നാലാണ് ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടുകയുള്ളൂ. സോ ഈ പല ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക്, ഇപ്പോൾ ഒരു ബുള്ളറ്റ് വേണമെങ്കിൽ ഒരു ഉണ്ട വേണമെങ്കിൽ നമുക്ക് ജനറ്റിക് ജീൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ സ്ട്രെസ് ലെവൽ. അപ്പം ജീൻസ് ആവാം. ജീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഇത്. രണ്ട്, നമ്മുടെ സ്ട്രെസ് ലെവൽ, നമ്മുടെ ചുറ്റിനുള്ള എൻവയൺമെൻറ്റ്, നമുക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി അലോ ചെയ്യണ ഒരു എൻവയൺമെൻ്റ് ആണോ. പിന്നെ പൊല്യൂഷൻ, ഇതെല്ലാം ഇതിനകത്തൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ജനറ്റിക് പാരമ്പര്യമായിട്ട് ഒരു ഇത് അത് വലിയൊരു ഇത് തന്നെയാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ, പിന്നെ നമുക്ക് വണ്ണം, ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ വണ്ണം വെപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണോ, അല്ലെങ്കിൽ നമ്മൾ ഫിറ്റായിട്ട് നിർത്തുന്ന ഒരു ലൈഫ് സ്റ്റൈലാണോ, പൊല്യൂഷൻ ധാരാളം ഉണ്ടോ ചുറ്റിനും, സ്ട്രെസ് ലെവൽ എങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തൊരു ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇപ്പം ജനറ്റിക്സ് ഒരു വലിയ റോൾ ഉണ്ട് എന്ന് പറയുന്ന സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ പാരൻസിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം ചാൻസ് ഉണ്ട് ഡയബറ്റീസ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയുക, ഒരു പേരൻറ്റിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഡയബറ്റീസ് വരാൻ 50% സാധ്യതയാണ്.
രണ്ട് പേരൻറ്റിന് ഉണ്ടെങ്കിൽ മീൻസ് ബോത്ത് ഫാദർ ആൻഡ് മദർ 100% ദ സിബ്ലിംഗ് വിൽ ഹാവ് ഡയബറ്റീസ് എന്നാണ് ഞങ്ങൾ പറയുക. ഓ ആണോ? അത്രമാത്രം ഒരു സ്ട്രോങ് റോളുണ്ട് ജനറ്റിക്സിന്. കറക്റ്റ്. ഓ, അപ്പം അങ്ങനെ ഡയബറ്റീസ് ഇല്ല. കാരണം ഇപ്പോൾ ഡയബറ്റീസ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് എല്ലാവരും ഭയങ്കര കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഡയബറ്റീസ് ഉള്ള പാരൻസിൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതായത് റാദർ ദാൻ ദി നോർമൽ ഗൈസ്, ഈ ജനറ്റിക്സിൽ ഈ സാധനം ഇല്ലാത്ത ആളുകളെക്കാളും. ഞാൻ പറഞ്ഞു 100% സാധ്യതയാണ് അവർ ഡയബറ്റിക് ആയി മാറാൻ എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ വരാനിരിക്കുന്നത് നമുക്കൊരു പക്ഷേ തടയാൻ പറ്റില്ലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവൻച്വലി നല്ലൊരു സാധ്യതയുണ്ട് ഡയബറ്റിക് ആയിട്ട് മാറും. പക്ഷേ നമുക്കിത് പോസ്റ്റ്പോൺ ചെയ്യാം. ഇപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഒരു 10 വർഷമോ 15 വർഷമോ ഒക്കെ പുഷ് ബാക്ക് ചെയ്യാം, ഡിലേ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിലേ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 45 വയസ്സ് 50 വയസ്സ്, ഇപ്പം നമ്മളിത് കാണുന്നത് ഒരു മധ്യ വയസ്സിലാണല്ലോ ഇത് കാണുക, ഒരു 35-40, അത് നമുക്കൊരു 55-60 വയസ്സിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരാൾ 80 വയസ്സ് വരെയല്ലേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ ഡയബറ്റീസ് ഒരു 55-60 വയസ്സിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതായിട്ട് ഒരു പക്ഷേ കുറേയും കൂടെ എളുപ്പത്തിൽ ജീവിച്ചുകൊണ്ട് പോകാം. നേരെ മറിച്ച് ഒരു 40 വയസ്സ് 45 വയസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു 60 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു തന്നെ ഒരു പ്രായമാണ്. നമ്മൾ പല ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലും ഡോക്ടറും ഇതൊക്കെയായിട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു വലിയ പ്രശ്നമായി മാറും. പിന്നെ നമ്മുടെ ആയുസ് വളരെയധികം ചുരുങ്ങാനും സാധ്യതയുണ്ട്. മനസ്സിലായി. അപ്പം അത് അങ്ങനെയുള്ള കുട്ടികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം നല്ലോണം. അതെ, അത് നമുക്ക് അപ്പോൾ നല്ല മീൻസ് ജീവിതശൈലി കൂടെയും പ്രൈമറിലി ജീവിതശൈലി അത് മനസ്സിലാക്കി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ട്രെസ് ലെവൽ, ഇതെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ 10-15 വർഷത്തേക്ക് നമുക്കത് തള്ളി നീക്കാൻ പറ്റും. അതായത് നേരത്തെ ഡോക്ടർ പറഞ്ഞു ഉപമ വെച്ച് നോക്കുമ്പോൾ യുവർ ഗൺ ഇസ് ലോഡഡ് കംപ്ലീറ്റ്ലി, അതിൻ്റെ അകത്തേക്ക് ട്രിഗർ വലിക്കാനുള്ള പണി കൊടുക്കരുത് ഒരു രീതിക്ക്. ഓക്കെ. അപ്പം ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളതൊരു വളരെ സിമ്പിൾ, അതായത് കൊളസ്ട്രോൾ പോലെ BP പോലെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇതിനെ കാണുക. പക്ഷേ ഈ കൊളസ്ട്രോളും BP-യും ഡയബറ്റീസും ഒക്കെ മോർ ആൻഡ് മോർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ ലെവൽ ഒന്ന് അപ്പുറത്തോട്ട് മാറുമ്പോഴേ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരനാ. തീർച്ചയായിട്ടും. അല്ല, ഞാൻ അതാണ് മഞ്ജു ആദ്യം തന്നെ ഇത് വളരെ സിമ്പിളാണ്, ഇതാണ് ഞാൻ എന്താ ഈ പറയുന്നത്, നമുക്ക് അത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ആൾക്കാർ പറയില്ല ചെറുതായിട്ട് ഷുഗറിന് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഇതിന് വളരെ നേരത്തെ ഷുഗർ വന്നവർക്ക് ഞങ്ങളിത് മാലിഗ്നന്റ് ഫോം ഓഫ് ഡയബറ്റീസ് എന്ന് പറയും. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ തുല്യം. ബിക്കോസ് വളരെ നേരത്തെ ഒരു 40 വയസ്സ് 45 വയസ്സിലൊക്കെ വരുന്നവർക്ക് ഇവർ വളരെ കെയർഫുൾ ആണ്. ബിക്കോസ് ഉറപ്പായിട്ടും ഒരു 10 വർഷത്തിനുള്ളിൽ ഇവർക്ക് ഓരോ കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങും. വൃക്കയുടേതായിട്ടോ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നമായിട്ടോ ഹൃദ്രോഗമായിട്ടോ സ്ട്രോക്കായിട്ടോ ക്യാൻസർ, പല ടൈപ്പ് ഇതെല്ലാം ഈ ഒരു ആൾക്കാരിൽ ഇനി നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുക, ഇങ്ങനെയുള്ളവർ ക്യാൻസറിൻ്റെ തുല്യമാണ് ഡയബറ്റീസ്, ഈക്വലി. സോ ഒരിക്കലും ഇതൊരു സിമ്പിളായിട്ടോ ഇതായിട്ടോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണിത്. പക്ഷേ നമ്മളിത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇന്നിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ ഇത് പ്രോബ്ലം വരുമ്പോൾ ഒരു പാക്ക് ഓഫ് കാർഡ്സ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഇതാണ്, പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമ്പം ഒന്നിൻ്റെ പുറകെ ഒന്ന് കൊളാപ്സ്, കിഡ്നിയുടെ ഇപ്പോൾ ഒരു ഹൃദ്രോഗം, ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഒരു സ്ട്രോക്ക് വരും, ഇത് കഴിയുമ്പോൾ അവിടെ ഒരു ബ്ലീഡ് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു ദുരിതമായിരിക്കും. ബാക്ക് ടു ബാക്ക് അതും ചിലവുകളും, പിന്നെ അവസാനം പേഷ്യൻ്റെയും കിട്ടില്ല, മോർട്ടാലിറ്റി ഹൈ ആണ്, ഇവരൊക്കെ പലരും മരണപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ തന്നെ അതിന് തയ്യാറെടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. മനസ്സിലായി. അതായത് ഡയബറ്റീസ് നിങ്ങളുടെ റുട്ടീനെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യു. മേക്ക് നോ മിസ്റ്റേക്ക്. ഈ വളരെ നേരത്തെ വന്ന ഡയബറ്റീസ് നല്ലൊരു ഭാഗം ആൾക്കാരിൽ ഇതൊരു 40-45 വയസ്സ്, ഇപ്പം എന്തിനാ 30-35 വയസ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത്. അപ്പം ഈ പ്രായത്തിലുള്ള ആൾക്കാർ വളരെ ഇത് നിസ്സാരമായിട്ട് എടുക്കുമ്പോൾ ദാറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. ബിക്കോസ് വളരെ അധികം താമസിക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം മറിയും. ആൻഡ് അന്ന് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും തൂക്കിക്കേണ്ടി വരും. അത്ര സിമ്പിളായിരിക്കില്ല, ഒട്ടുമല്ല. ഇപ്പം
എല്ലാ രോഗങ്ങൾക്കും ഒരു സിംറ്റം ഉണ്ടാവുമല്ലോ. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയാം നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ മാറിയിട്ടത്. ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? മഞ്ജു, ആദ്യം തന്നെ ബിഫോർ വി ഗോ ഇൻ ടു ദ സിംറ്റംസ്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഒരു പോസ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഡയബറ്റീസ് മിക്കപ്പോഴും ഒരു സൈലൻറ്റ് ഡിസീസാണ്. മീൻസ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിയുമ്പോൾ ലേറ്റ് ആയേക്കാം. നമ്മൾ ബാക്കിയുള്ള ഒരു ഹൃദ്രോഗം, ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എങ്കിൽ ഒരു പനിയായിട്ടോ, അല്ലെങ്കിൽ അതുപോലെ ഡയബറ്റീസ് പലപ്പോഴും അനൗൺസ് ചെയ്യില്ല. അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അത് മീൻസ് ഒരു വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജ്, അല്ലെങ്കിൽ വളരെ ഒരു മോശം അവസ്ഥയിലായിരിക്കും. ഷുഗേഴ്സൊക്കെ വളരെ കൺട്രോൾഡ് തന്നെ. ആ സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ വളരെ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുക നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ. അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ നേരത്തെ അത് ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞ് നമ്മൾ അതിന് ഒരു കറക്റ്റായിട്ട് മുൻകരുതലെടുത്തിട്ട് ഇനി ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള സിമ്പിൾ ചികിത്സകൾ ആദ്യം നമുക്ക് ചെയ്യാം. എന്നെ ഒരു പരിധി വരെ നമുക്കിതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് നിർത്താം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അറ്റ് റിസ്ക് ആണോ, നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ തയ്യാറെടുക്കണം. അതാണ് നമ്മുടെ വി ഷുഡ് പ്രിപ്പയർ അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ ആൾക്കാരുടെ ഈ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റണം. ഒന്ന്, പിന്നെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഇതിന് പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ, ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതിൻ്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ പോളിയൂറിയ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മൂത്രമൊഴിക്കുക, പോളിഫേജിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കുക, പോളിഡിപ്സിയ ഭയങ്കരമായിട്ട് ദാഹിക്കുക. നമ്മൾ എന്തോരം ഇപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസ് പറയും, ഡോക്ടറെ സമ്മറിൽ ഉദാഹരണത്തിന് ഞാൻ കുറേ നാരങ്ങളും കുടിച്ചു, പക്ഷേ അത് എനിക്ക് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ സോഡ സർബത്തോ അല്ലെങ്കിൽ ടാങ്കോ അല്ലെങ്കിൽ മറ്റേ ജ്യൂസോ ഇതെല്ലാം ഞാൻ കുറേ കുടിച്ചു, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ബ്ലഡ് ഷുഗർ കൂടിയിരിക്കണേ. അത് ഈ സമ്മറാണെങ്കിൽ അപ്പോൾ ഇവർ പലപ്പോഴും മനസ്സിലാക്കാണ്ട് പോകുന്നത് അതുകൊണ്ടല്ല, അത് ആക്ച്വലി അവരുടെ രോഗാവസ്ഥ കൊണ്ടാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷനും ബിക്കോസ് കൂടുതൽ മൂത്രം ഒഴിക്കുന്നു, ഇതെല്ലാം ഗ്ലൂക്കോസ് മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് മൂത്രത്തിൽ കൂടെ പോവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവും, നാവൊക്കെ വരണ്ട് വെയിറ്റ് കുറഞ്ഞ്, അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും. അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രീക്വൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ത്രീകളിൽ എസ്പെഷ്യലി നമ്മൾ കാണാറുണ്ട്. ഫ്രീക്വൻറ്റ് യൂറിനറി, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്. അല്ലെങ്കിൽ ചെറു സ്കിന്നിൽ കുരുക്കൾ വരിക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, സ്കിൻ റിലേറ്റഡ് ഇൻഫെക്ഷൻസ് വരിക, ഇങ്ങനെ ഫെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. മീൻസ് അത് മാറില്ല, ആൻറ്റിബയോട്ടിക് കൊടുക്കും, പിന്നെയും വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രൈവറ്റ് പാർട്സിൽ ഒരു ചൊറിച്ചിൽ വരിക, ഫംഗൽ ഇൻഫെക്ഷൻ വരിക, അതൊക്കെ സാധാരണമാണ്. പിന്നെ ചിലർ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രമേയം ആദ്യം കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് മോണയുടെ പഴുപ്പ്, മോണയിൽ നിന്ന് ബ്ലീഡിങ്, ഇങ്ങനെ ഇവർ ആദ്യം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പോവുക. ഡെൻറ്റിസ്റ്റ് ആദ്യം ഇത് കാണുമ്പോൾ മോണയുടെ പഴുപ്പ് കാണുമ്പോൾ തന്നെ അവർക്ക് ഇത് ഈ പേഷ്യൻറ്റിന് ഒരു പക്ഷേ ഡയബറ്റിക് ആണെന്ന് അവർക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ ഇപ്പം മോണയുടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് യൂഷ്വലി നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളത് പലരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഈ നമ്മൾ എന്തെങ്കിലും വെള്ളമൊക്കെ കഴിച്ചിട്ട് അത് തുപ്പുമ്പോൾ അല്ലെങ്കിൽ ഇവർ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ആ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉറുമ്പുണ്ടാവും എന്ന് പറയും. അതിലെന്തെങ്കിലും വാസ്തവം? തീർച്ചയായിട്ടും ഒരു പരിധി വിട്ട് ഷുഗർ യൂറിനിൽ കൂടെ പോകുമ്പം എന്നത് ഞാൻ പറഞ്ഞ പോലെ ഷുഗർ വളരെ ഹൈ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഹൈ ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് നല്ലൊരു ശതമാനം അല്ലെങ്കിൽ അത്യാവശ്യം പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് എവിടെ കിടക്കുന്നോ ഉറുമ്പുകൾ അവിടെ വരും. അപ്പം ഇത് ഇങ്ങനെ കാണാറുണ്ട്, പക്ഷേ കോമൺ അല്ല. മീൻസ് ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡയബറ്റിക്സിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ പോലെ അങ്ങനെ ഒരു വലിയൊരു അത്ര സിവിയർ ഫോമിലൊന്നും ഒരു പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ എനിക്കാണ് ആൾക്കാർക്ക് കൂടുതലൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഇത് വരുമ്പോൾ തന്നെ അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ അവരെ കണ്ടുപിടിക്കുന്നത് ഈ മറ്റേ യൂറിനിൽ ഉറുമ്പ് വരാന്നൊക്കെ പറയുന്നത് അതിങ്ങനെ ഒട്ടും നെഗ്ലക്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അത് നോക്കാണ്ടും ശ്രദ്ധിക്കാണ്ടും ഒക്കെ പോണ ഒരു ഇതിലാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് അത് ഞാൻ കേൾക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷേ റെയറാണ്. അപ്പം ഈ തുപ്പുമ്പോഴും അങ്ങനെ ഉണ്ടാവുമോ? തുപ്പുമ്പോൾ ഉണ്ടാവില്ല. സലൈവിക്ക് പ്രശ്നം. ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഈ ഗ്ലൂക്കോസ് ദൈവം നമ്മൾ ഉണ്ടാക്കിയേക്കണത്
ഗ്ലൂക്കോസ് നമുക്ക് നഷ്ടപ്പെടുന്നത് യൂറിനിൽ കൂടിയാണ്, സലൈവയിൽ കൂടെ അങ്ങനെ നഷ്ടപ്പെടില്ല. ഓക്കെ, ശരി. ഇപ്പോൾ ഈ ഡയബറ്റീസ് ഉണ്ടോ എന്നറിയാനായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ശരീരമായിട്ട് സിംറ്റംസ് അങ്ങനെ കാണിച്ചു വരുമ്പോൾ ഇതൊരു അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അതല്ലാണ്ട് നമ്മളൊരു ഡയബറ്റിക് സ്ക്രീനിങ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാത്ത, മോശമല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ, എവ്രിബഡി ഹാസ് എ മോശം സൈഡ് ഓഫ് ദറ്റ് ലൈഫ് സ്റ്റൈൽ, മോശമല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഈ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ, അയാളുടെ ഡയബറ്റിക് സ്ക്രീനിങ് എങ്ങനെയായിരിക്കണം? ഏത് പ്രായം തൊട്ട് തുടങ്ങണം? എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്ക് ഫാമിലി ഹിസ്റ്ററി പാരമ്പര്യമായിട്ട് ഒരു അപ്പനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരന്മാർക്കോ സഹോദരികൾക്കോ അല്ലെങ്കിൽ അങ്കിൾസ് ആൻറ്റീസിന് ഇവർക്ക് ആർക്കൊക്കെ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിങ് ഒരു 40 വയസ്സിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കൂട്ട ആൾക്കാരെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 99% ആരെങ്കിലും കുടുംബത്തിൽ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്കിളോ ആൻറ്റിക്കോ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇതുണ്ടാവും. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ലിറ്ററലി നമ്മളെല്ലാവരും ഒരു 40 വയസ്സിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് സ്ക്രീൻ ചെയ്യണമെന്നാണ് ഞാൻ പറയാം. പക്ഷേ ഇപ്പം പെട്ടെന്ന് നമ്മൾ എന്താ കാണുന്നത്, ഇപ്പം നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പം അവർ ഒരു ഫുൾ സ്ക്രീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വേറെ എന്തെങ്കിലും കാരണത്തിന് പോയാലും ഈ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇതൊന്നും കൂടാണ്ട് നമ്മൾ ക്യാമ്പുകൾ ധാരാളം ഉണ്ട് ഇപ്പം. അപ്പോൾ അപ്പോഴും ആൾക്കാർ പോയി ഒരു കൈയോടെ വെച്ച് കൊടുക്കും, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയും, പക്ഷേ ആദ്യം അവർ നോക്കുമ്പോൾ ഇത് ക്യാമ്പാണ്, പക്ഷേ എന്നാലും ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 40 ഇയേഴ്സിന് മുമ്പും, പക്ഷേ വളരെ ഒരു ഫിറ്റ് പേഴ്സണാണ്, ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു 45 ഇയേഴ്സ് കഴിഞ്ഞിട്ട് സ്ക്രീനിങ് തുടങ്ങിയാൽ മതി. അതപ്പോൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം? സോ മെയിൻലി നമ്മൾ സാധാരണ എളുപ്പത്തിൽ നമ്മളിപ്പം നമ്മൾ നോക്കണ്ടേ, എളുപ്പത്തിൽ ചെയ്യാവുന്ന ടെസ്റ്റിലെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് വെറും വയറ്റിൽ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാം. അപ്പം അതൊരു സിമ്പിൾ ടെസ്റ്റാണ്. മിക്ക ലാബിലും ഹോസ്പിറ്റലൊക്കെ 40-45 രൂപ വരുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം മിനിമം 8 hours, മാക്സിമം 10 hours ഓഫ് ഓവർനൈറ്റ് ഫാസ്റ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ബിക്കോസ് അതിൻ്റെ 8 hours താഴെ പോയാലും ഇത് തെറ്റും, 10 hours മുകളിൽ പോയാലും അത് തെറ്റും. അതായത് യു ഹാഡ് ലേറ്റ് ഡിന്നർ ആൻഡ് രാവിലെ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ അത് ആക്യുറേറ്റ് ആവില്ല. പിന്നെ അത് മാത്രമല്ല ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 3 days ഓഫ് അൺറിസ്ട്രിക്റ്റഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കഴിക്കുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതിലും 3 ദിവസം മുമ്പ് നമ്മൾ അൺറിസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ കഴിക്കണം. മീൻസ് ദാറ്റ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ 3 ദിവസം ഞാൻ ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെയല്ലേ നമ്മൾ ചീറ്റ് ചെയ്യുന്നത്. നമ്മുടെ യൂഷ്വൽ റൂട്ടീൻ എന്താണോ അത് ചെയ്യണം. സോ മിനിമം 3 days ഓഫ് സാധാരണ ആ ഒരു ഡയറ്റ് കഴിച്ചിരിക്കണം. പിന്നെ നമുക്ക് വേറൊരു വളരെ നല്ലൊരു ടെസ്റ്റ്, വളരെ പ്രാക്ടിക്കൽ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റുണ്ട്. HbA1c എന്നാണ് പറയുക. ദാറ്റ് ഈസ് ഒരു ടൈപ്പ് ഹീമോഗ്ലോബിൻ്റെ ഒരു അളവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഫാസ്റ്റിംഗ് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് പ്രിപ്പയർ ചെയ്ത് വരണം 8 മണിക്കൂർ 10 മണിക്കൂർ, അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജസ്റ്റ് എപ്പോൾ വേണമെങ്കിലും HbA1c ചെയ്യാം. ആൻഡ് അത് വളരെ റിലയബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ക്യാമ്പുകളിൽ എന്താ ചിലപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 75 grams ഗ്ലൂക്കോസ് ഒരു 100 ml വാട്ടറിൽ കലക്കി കൊടുത്തിട്ട് നമ്മളത് എന്നിട്ട് പോസ്റ്റ് ഗ്ലൂക്കോസ്. പക്ഷെ അതൊക്കെ വളരെ അപൂർവമാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊന്നും നമ്മൾ ചെയ്യാറില്ല. വളരെ വെരി റെയർ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുള്ളൂ. നമ്മളിപ്പോൾ മെയിനായിട്ട് ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, HbA1c, ഈ 2 ഇതിലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. HbA1c കുറച്ച് കോസ്റ്റ്ലിയാണ്, 450 രൂപ വരും. വേറെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 50-60 രൂപയെ വരുള്ളൂ. ഫാസ്റ്റിംഗ് ഒരു ഫാസ്റ്റിങ്ങിന് തന്നെ ഞങ്ങൾക്ക് കുറേ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്ര കാലം കൂടുമ്പോൾ ചെയ്യണം നമ്മൾ? ഇപ്പം നമ്മൾ ഡയഗ്നോസിസിനാണ്, ഇത് സ്ക്രീൻ ചെയ്യാനാണെങ്കിൽ once in a year ചെയ്താൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് HbA1c ഇത് രണ്ടും once in a year ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഷുഗർ സ്പൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര ഷുഗർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ഡിവൈസ് നമ്മുടെ ശരീരത്തിൽ, അത് ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. ഈസ് ദാറ്റ് പ്രാക്ടിക്കലി ഓക്കെ? അത് നല്ലതാണോ? സോ ഡയഗ്നോസിസിനല്ല, പക്ഷേ നമുക്ക് ഷുഗർ കൺട്രോൾ മീൻസ് ഒരു പ്രമേയ രോഗിക്ക്, അതും എല്ലാവർക്കും അല്ല, കോംപ്ലെക്സ് ഫോംസ് ഓഫ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പല പ്രാവശ്യം എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഡയബറ്റീസ്, കോംപ്ലെക്സ് ഫോംസ് ഓഫ് ഡയബറ്റീസിലാണ്. അത് എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. വളരെ ഒരു ചെറിയൊരു സബ്സെറ്റ് അല്ലെങ്കിൽ
ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് വേറെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചികിത്സിക്കുന്ന കറക്റ്റാണോ, ഇൻസുലിൻ്റെ ഇത് കറക്റ്റാണോ, നമ്മൾ ഇൻസുലിൻ നമ്മൾ കൊടുക്കുന്ന രീതി കറക്റ്റാണോ, അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതൊരു വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്കാണ്, ബിക്കോസ് കുറച്ച് കോസ്റ്റ്ലിയാണ് ആ സെൻസർ. അങ്ങനെ എല്ലാവർക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് അൺനെസസറി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പണ്ട് കേട്ടിരുന്ന പോലെ ഡയബറ്റീസിൻ്റെ കൂടെ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? സോ നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. മീൻസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏതൊരു പ്രമേയ രോഗിയിലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറവാണ്, അത് ഒരു വാസ്തവമാണ്. അങ്ങനെയാണ് പ്രമേയം ഉണ്ടാവുക. പക്ഷേ ഇതിനു മുമ്പ് ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദന ശേഷി കുറയുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഒരാളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ആദ്യം ഈ ഇൻസുലിൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയ്ക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഒരു പക്ഷേ ചിലപ്പം അതുമൂലം ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദന ശേഷി കുറയാനും സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ് ആദ്യം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണോ ആദ്യം വന്നേ, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദന ശേഷിയാണ് ആദ്യം വന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടും പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് രണ്ടും ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും, ഇൻസുലിൻ്റെ ഉൽപ്പാദന ശേഷിയും കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ചികിത്സിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾ മഞ്ജു മനസ്സിലാക്കേണ്ടത് ഇത് പ്രൈമറിലി വണ്ണമുള്ള വണ്ണമായിട്ട് കണക്റ്റഡ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പക്ഷേ നമ്മൾ ഈ വണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരാൾക്ക് വണ്ണം മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു മലയാളീനെ എടുക്കുവാണെങ്കിൽ നമ്മൾ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് എന്താ, ആളെ കാണുമ്പം ആൾ മെലിഞ്ഞിട്ടാണ്, പക്ഷേ ഒരു കുടവയർ കുടവയർ ഉണ്ടാവും. കാലും കൈയൊക്കെ വളരെ മെലിഞ്ഞായിരിക്കും, പക്ഷെ നല്ലൊരു ഉണ്ണിക്കുടവയർ ഇല്ല ഒരു ഉണ്ണിക്കുടവയർ ആണ്. മിക്കവരും പുരുഷന്മാരിലാണ് അത് കൂടുതലും ആ നല്ലൊരു ഉണ്ണിക്കുടവയർ കാണുക. സ്ത്രീകളിൽ ഇപ്പോൾ സാരി ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല, പക്ഷേ സ്ത്രീകൾക്കും ആ വയറിൻ്റെ ചുറ്റിനും ഇത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം. അതായത് ഓവർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ അയാൾക്ക് വണ്ണം ഉണ്ടോ എന്നുള്ളതിനെക്കാട്ടിലും ഈ ഏരിയയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സമൂഹത്തിൽ ഈ ഓവറോൾ ഫാറ്റ് പലപ്പോഴും കാണില്ല, ഈ ഉണ്ണിക്കുടവയറാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ പേഷ്യൻസ് പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഡോക്ടർ ഇത് കണ്ടില്ലേ, ഞാൻ വളരെ മെലിഞ്ഞ എനിക്ക്, പക്ഷേ നോക്കുമ്പോൾ നല്ലൊരു ഉണ്ണിക്കുടവയർ ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കൾപ്രിറ്റ്. ഇപ്പം ആഗോളം വണ്ണമുള്ള ആളും ഒരു ഉണ്ണിക്കുടവയറുള്ള ആളും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഉണ്ണിക്കുടവയറുള്ള ആൾക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസും അവരുടെ ഹെൽത്താണ് കൂടുതൽ മോശമാവാൻ സാധ്യത. ഈ ആഗോളം വണ്ണമുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സുമോ റെസ്ലേഴ്സ്, ജപ്പാനിലെ സുമോ റെസ്ലേഴ്സ്, അവരാണ് സം ഓഫ് ദ ഫിറ്റസ്റ്റ്, മീൻസ് ഏറ്റവും ഹെൽത്തിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. അപ്പോൾ അത് ആഗോളം വണ്ണം മീൻസ് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, നമ്മളിപ്പോഴും ഫാറ്റ് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളുടെ ചുറ്റിനുമുള്ള ഫാറ്റാണ് ഡേർട്ടി ഫാറ്റ്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുക. നമ്മുടെ തൊലിപ്പുറത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഫാറ്റ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, അത് നല്ല ഫാറ്റാണ്, അത് കുറേ നല്ല ഗുണമുള്ള ഫാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആഗോളം വണ്ണമുള്ളവർക്ക് കൂടുതലും സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ് കൂടുതൽ, അതുകൊണ്ട് നല്ലതാണ്. വെറസ് ഈ വയറിൻ്റെ ചുറ്റിനുള്ളത് വിസറൽ അഡിപ്പോസിറ്റി ഇസ് എ ഡേർട്ടി ഫാറ്റ്, അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഫാറ്റ്, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ശരി. ഇപ്പോൾ വണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്, നിങ്ങൾക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഡയറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം വരുത്തുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഡയറ്റിൽ വരുത്തുന്ന വ്യത്യാസം ഇസ് ചോറ് ഒഴിവാക്കും, ചപ്പാത്തി വരുത്തും. ഈ ചോറും ചപ്പാത്തിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അത് ഒരു തെറ്റായ ഒരു ധാരണയാണ് മഞ്ജു. ബിക്കോസ് ഈ നമ്മൾ ആക്ച്വലി ചോറും ചപ്പാത്തിയും അല്ല ഇതിനകത്ത്, അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് കപ്പ് ഓഫ് റൈസ് ഇസ് ഈക്വൽ ടു 1 ചപ്പാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാഫ് കപ്പ് ഓഫ് റൈസ് നമ്മൾ കഴിച്ചാലും ഇത്ര കാർബ്സ് ഉണ്ടാവും, ഇത്ര കാലറീസ് ഉണ്ടാവും. 1 ചപ്പാത്തി കഴിച്ചാലും ഇത്ര കാർബ്സ് ഉണ്ടാവും, ഇത്ര കാലറീസ് ആവും. ഇതിൽ വലിയ കാര്യമില്ല. ബട്ട് നമ്മൾ ഇപ്പോൾ ചപ്പാത്തി ആവട്ടെ റൈസ് ആവട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ചപ്പാത്തി റൈസ് അല്ല, ഈക്വലി എല്ലാത്തിനും ഏകദേശം സെയിം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പിന്നെ ഇനിയിപ്പം റൈസിൻ്റെ വെറൈറ്റീസിൽ നമുക്ക് എപ്പോഴും ബ്രൗൺ റൈസാണ് കുറച്ചും കൂടെ നല്ലത്, ബിക്കോസ് അതിനകത്ത് കൂടുതൽ ഫൈബർ ഉണ്ടാവും. വൈറ്റ് റൈസ് അല്ലെങ്കിൽ റോ റൈസ് അത്ര മറ്റേ ബ്രാൻ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ബെറ്റർ. പക്ഷേ ഈ ഒരു ഇത് റൈസ് മാറ്റി ചപ്പാത്തി ആക്കിയോണ്ടൊന്നും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ ഫ്രൂട്ട്സ്,
ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് മധുരം ക്രേവിങ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഷുഗർ ക്രേവിങ്സ്. അങ്ങനെ വരുമ്പോൾ ഹെൽത്തി ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ആണ് കഴിക്കുക. പക്ഷേ ഈ ഫ്രൂട്ട്സിലും ഈ മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഈസ് ദാറ്റ് ഓക്കെ? നമ്മൾ മധുരമില്ലാത്ത അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക്, പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 3-4 തരം, 5 തരം ഇനിയാണ്. ഗോവ, പേരയ്ക്ക നല്ലതാണ്. ആപ്പിൾ, ഓറഞ്ച്, കിവി, ഇതൊക്കെ. പിന്നെ ചെറിയ പഴം, ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ്. ആൻഡ് ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അത്ര കൂടുതലല്ല. സോ ദെയർഫോർ അതിനകത്ത് ധാരാളം ഫൈബറുണ്ട്. സോ ദേ ക്യാൻ കൺസ്യൂം സേഫ്ലി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു മീല് മാറ്റി ഞാനത് ഫുൾ ഫ്രൂട്ട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു, അതൊക്കെ എനിക്ക് തോന്നുന്നത് അത് ഷുഗർ കൂട്ടും. അങ്ങനെ ചെയ്യേണ്ടതല്ല. ഒരു ഫ്രൂട്ട് ഒരു ആഡ് ഓൺ, ഒരു മീലിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എടുക്കണോണ്ട് കുഴപ്പമില്ല. ബിക്കോസ് ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഫൈബറൊക്കെ ഈ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസ് സ്പൈക്ക് അതിനെ ക്യാച്ച് ചെയ്ത് വെക്കും, അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും, എന്നെ പതുക്കെ റിലീസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സ്, പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, കിവി, ചെറിയ പഴം, ഇതൊക്കെ എടുക്കാവുന്നതാണ്. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഫ്രൂട്ട്സ് ഉണ്ട്? കഴിക്കാൻ പാടില്ലാത്തത് നമ്മുടെ മാങ്ങ, ചക്ക, നമ്മുടെ ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, ഗ്രേപ്പ്, ചിക്കു, പിന്നെ മെയിനായിട്ട് ഏത്തപ്പഴം. അതാണ് ഏറ്റവും വേസ്റ്റ്. ആണോ? ഏത്തപ്പഴം നല്ലോണം ഷുഗർ കൂട്ടും. അയ്യോ, യു ക്യാൻ ആക്ച്വലി കമ്പാരിറ്റീവ്ലി മധുരം കൂടുതൽ ഞാലിപ്പൂവനല്ലേ, ചെറിയ പഴത്തിനല്ലേ? അങ്ങനെയല്ല. ബട്ട് ദ ഗ്ലൈസമിക് ഇൻഡെക്സ് വെരി ഹൈ ബിക്കോസ് ഇറ്റ്സ് വെരി ഡെൻസ്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴല്ല, ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ടെന്നീസ് പ്ലെയേഴ്സ്, ഇൻ്റർനാഷണൽ ഈ വിംബിൾഡൺ ഇതൊക്കെ പ്ലെയേഴ്സ് ഇടയ്ക്ക് ബ്രേക്കിൽ അവർ ഒരു ബനാന കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് പണ്ട് അങ്ങനെയായിരുന്നു. ബിക്കോസ് ദാറ്റ് ഗിവ്സ് ദം ദാറ്റ് മച്ച് ഓഫ് എനർജി. ബിക്കോസ് ഇറ്റ് ഈസ് പവർ പാക്ഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഒരു പ്രമേയ രോഗിക്ക് അല്ലെങ്കിൽ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഇത്രമാത്രം കാർബോഹൈഡ്രേറ്റ്സ് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഇഫ് യു ആർ ഡയബറ്റിക്, ഏത്തപ്പഴം വൺ തിങ് ക്ലിയർലി നോ. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, നോ സെയിം ഈക്വലി. അത് വേഴ്സ്, ഈവൻ വേഴ്സ്. ബിക്കോസ് ഭയങ്കര സോഫ്റ്റ് ആവില്ലേ, അങ്ങനെ തന്നെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും.